ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെജ് ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കും അതുപോലെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള ഈ സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, അതൊന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. ഇതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു തക്കാളി ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഉരുളൻകിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം, കുറച്ച് പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ഒരു സവാള. ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളൻകിഴങ്ങിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഉരുളൻകിഴങ്ങ് ചേർത്താൽ മതി കേട്ടോ. അല്ലാത്തവർക്ക് ഉരുളൻകിഴങ്ങ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എല്ലാ വെജിറ്റബിൾസും ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഗാർലിക് മയോണൈസ് ചേർക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, പോയിട്ട് കാണുക. ഈ മയോണൈസിനെയും കൂടെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വെജ് സാൻഡ്വിച്ചിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൽ രണ്ടിലും ഞാനിപ്പോൾ ഒരല്പം ഗാർലിക് മയോണൈസ് തേച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ മുകളിലും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതങ്ങ് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു സ്ലൈസ് ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് രണ്ടിനെയും കൂടെ അങ്ങ് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദാ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാൻഡ്വിച്ച് 2 സൈഡും ജസ്റ്റ് ഓരോ മിനിറ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ സെർവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഇതുപോലെ നടുകിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് 2 എണ്ണം ആക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അതല്ലാതെ ഓരോന്നായിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ വെജ് ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാം. അതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൊടുക്കാനും പറ്റിയ വളരെ ഹെൽത്തി ആയൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്